സോ അതുകൊണ്ടാണ് പറയുന്നത് ലവ് ലാംഗ്വേജും ചൈൽഡ്ഹുഡ് ട്രോമയും കണക്റ്റഡ് ആണെന്ന്. ആൾക്കാർ അവരുടെ പാർട്ട്ണറായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പലതരത്തിലാണ് അത് പ്രകടിപ്പിക്കാറുള്ളത്. ബേസിക് ആയിട്ട് നോക്കുവാണെങ്കിൽ 5 ലവ് ലാംഗ്വേജസ് ആണ് ഉള്ളത്. ആൻഡ് ഈ 5 കാര്യങ്ങളും നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് റിലേറ്റഡ് ആണ് എന്നാണ് ഈ തിയറി പറയുന്നത്. അതായത് ചില ആളുകൾ പാർട്ട്ണർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തവരെ ഹാപ്പി ആക്കാറുണ്ട്. ആൻഡ് ചില സൈക്കോളജിക്കൽ സ്റ്റഡീസ് അനുസരിച്ച് ഇത്തരം ആൾക്കാർക്ക് ചെറുപ്പത്തിൽ പേരൻസിന്റെ കയ്യിൽ നിന്ന് അധികം ഗിഫ്റ്റ് കിട്ടാത്തവരോ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് കെയർ കിട്ടിയവരോ ആണ്. ഈ കാരണം കൊണ്ടാണ് ഇവർ പാർട്ട്ണർക്ക് ഇത്തരം ഗിഫ്റ്റ് ഒക്കെ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ വാങ്ങിക്കൊടുക്കാറുള്ളത്. അല്ലാണ്ട് ഗിഫ്റ്റ് ഇല്ലാതെ വീട്ടിൽ കയറാനുള്ള ഭയം കൊണ്ട് അല്ല. പാർട്ട്ണറിന് പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുന്നതും എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മേ ബി ചൈൽഡ്ഹുഡിൽ വെർബൽ അബ്യൂസോ ക്രിറ്റിസിസമോ അല്ലെങ്കിൽ വാലിഡേഷൻ കിട്ടാത്തവരോ ഒക്കെ ആയിരിക്കാം. ഇതേപോലെ തന്നെയാണ് നല്ല സർവീസസ് ഓർ ഹെൽപ്പ് ചെയ്യുന്നവരും. ഫിസിക്കൽ ടച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ, അതേപോലെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നവർ, ഇവരൊക്കെയും ഒരു പക്ഷേ ഈ വക കാര്യങ്ങൾ തങ്ങളുടെ ചൈൽഡ്ഹുഡിൽ അധികം കിട്ടാത്തവരായിരിക്കാം. ചില ആൾക്കാർ അവരുടെ ചൈൽഡ്ഹുഡിൽ ലഭിച്ച അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് തങ്ങളുടെ പാർട്ട്നേഴ്സിന് കൊടുക്കാറുള്ളതെന്നാണ് ചില സർവീസിൽ പറയാറ്.